താളം എങ്ങനെ ഉണ്ടാവും, എവിടെയൊക്കെ ഉണ്ടാവാം എന്നൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രകൃതി താളത്തെ കുറിച്ച് മനസ്സിലായി. ഇനി മനുഷ്യനിർമ്മിത താളത്തെ കുറിച്ച് പറഞ്ഞു. മനുഷ്യര് പ്രകൃതിയിൽ കൃത്യമായി ഓരോ അടിയുടെ ഓരോ ചലനങ്ങളായിട്ടേ ഉള്ളൂ. ഓരോ ചലനം ഇങ്ങനെയാണ് പുറമെ ഇങ്ങനെ വരുന്നു. ഒരു ചലനേ ഉള്ളൂ. അപ്പൊ നമുക്കത് 1 സെക്കൻഡായിട്ട് കണക്കാക്കാം. ഇങ്ങനെ പാട്ടിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, പാട്ടെന്ന് പറയുന്നത് കുതിരയെ പോലെയോ ആനയെ പോലെയോ ഒക്കെയാണ് മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ള പാട്ടിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിനാണ് എന്തുണ്ടായത്? താളം. മനസ്സിലായി. അപ്പം മനുഷ്യര് കുറെ താളം വെച്ചിട്ടൊക്കെ ആദ്യം പ്രകൃതിയെ അനുകരിച്ച് കുറെ താളങ്ങൾ ഉണ്ടാക്കി. പിന്നെ അവരുടെ ബുദ്ധി വികസിച്ചതനുസരിച്ച് അവർക്ക് ഇഷ്ടാനുസരണം പല പല താളങ്ങൾ ഉണ്ടാക്കി. പിന്നെ ബുദ്ധിമുട്ടുള്ള താളങ്ങൾ ഉണ്ടാക്കി. മനസ്സിലായില്ലേ? അതിൽ പിന്നെ ബുദ്ധിമുട്ടുള്ള പല പല സാങ്കേതികത്വങ്ങളൊക്കെ കയറ്റിയതിനു ശേഷം അത് കുറെ കൂടെ ബുദ്ധിമുട്ടാക്കി. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ മനുഷ്യർ ഒരുപാട് തരത്തിലുള്ള താളങ്ങൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന താളത്തിന്റെ പേരാണ് ഏകതാളം. അപ്പൊ താളം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സെക്കൻഡുകളെ തുല്യമായിട്ട് പിരിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത് താളം ഉണ്ടാവുന്നത്. എന്തിനാണ് പിരിക്കുന്നത്? സമയത്തെയാണ്, ഇല്ലയോ? സമയത്തെ തുല്യമായിട്ട് പിരിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത് താളം ഉണ്ടാവുന്നത്. അപ്പോ തളയ്ക്കുക, ആനയെ തളയ്ക്കുന്നവരൊക്കെ. അപ്പൊ തളയ്ക്കുന്ന എന്തിനാ? ആനയ്ക്ക് എന്തിനാ കുച്ചുവലം കഴിക്കുന്നത്? ആനയുടെ സ്പീഡ് നിയന്ത്രിക്കുന്നതിനാ. ആന എത്രമാത്രം കുഴപ്പക്കാരനാണോ അതിനനുസരിച്ച് അതിന്റെ വിലങ്ങിന്റെ ദൂരം കുറച്ചിരിക്കും. മുൻകാലം പിൻകാലം കൂടെ കെട്ടിയൊക്കെ നടക്കില്ലേ? അപ്പൊ അതിന്റെ വേഗത നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ്. ചിലത് വലിയ കുഴപ്പക്കാരല്ലാത്തവർക്ക് എന്ത് ചെയ്യും? യൂസ് ചെയ്തിട്ട് കൊടുക്കും. മനസ്സിലായി? അത് കുഴപ്പക്കാരനല്ല. പക്ഷെ കുഴപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. എന്ത് പറ്റും? ഇടയ്ക്ക് ഒരു ഓടിക്കളയും ഇടിക്കുകയൊക്കെ ചെയ്യുന്നവർ. അപ്പൊ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഈ വിലങ്ങിനെ അതിന്റെ നീളം കുറച്ചിടും. അപ്പൊ എന്ത് ചെയ്യും? മുമ്പത്തെ കാലത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ പുറത്തെ കാലത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആന വളരെ സ്ലോലി നീങ്ങുന്നു. അപ്പൊ അങ്ങനെ അവന്റെ ഗതി, അവന്റെ സമയം അനുസരിച്ചുള്ള നീക്കം, അതിനെ തളച്ചു നിർത്തിയിരിക്കുകയാണ് ഈ സാധനം. മനസ്സിലായി? ഇതുപോലെയാണ് മനുഷ്യര് പാട്ടിനെ നിയന്ത്രിച്ചിരിക്കുന്നത്. പാട്ടെന്ന് പറയുന്ന ആനയാണെന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന തോട്ടിയാണ് ഇത്. മനസ്സിലായി? അപ്പോ സമയമാണെങ്കിൽ തുല്യമായിട്ട് പിരിക്കുന്നത് താളത്തിൽ. അപ്പൊ ഈ സമയം ഇങ്ങനെ തുല്യമായിട്ട് പിരിയുമ്പോൾ ഒരുപാട് മനുഷ്യര് ഒരുപാട് താളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തിരിച്ചറിയണമല്ലോ. അതിനായിട്ട് ആൾക്കാര് വേറൊരു കാര്യം കണ്ടുപിടിച്ചു. എന്താണ്? ആംഗ്യം. മനസ്സിലായി? ചില ആംഗ്യങ്ങൾ കാണും. ഇതിവിടെ പിടിച്ചിട്ടുണ്ട്, ഈ താളത്തിന്റെ ഇവിടെ എത്ര സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ പിരിക്കുകയാണ് എന്നൊക്കെ ആൾക്കാരെ അറിയിക്കുന്നതിന് വേണ്ടി ആംഗ്യം. മനസ്സിലായി? അപ്പൊ താളത്തിന് എന്തുണ്ട്? ആംഗ്യം. നമ്മൾ പറയും പിന്നെ താളം പരിശീലിക്കുന്നത് നമ്മളെന്തായിരിക്കും പറയുന്നത്? ക്രിയ എന്ന് പറയും. ക്രിയ. മനസ്സിലായി? അപ്പോ താളം എന്ന് പറയുന്നത് കേശവനാണ്. താളം എന്ന് പറയുന്നത് കേശവനാണ് താളം. മനസ്സിലായി? അപ്പൊ കേശവന് കൈയുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട്, കണ്ണുണ്ട്, ഇല്ലേ? അപ്പൊ അത് അയാളുടെ എന്താണെന്നാ പറയുന്നത്? അംഗം, ഇല്ലയോ? ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ്. ഇതുപോലെ താളത്തിനും ഓരോരോ തരത്തിലുള്ള അവയവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ നമ്മൾ ഇത് കൈയാണ്, ഇത് കാലാണ്, ഇത് മൂക്കാണെന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്നതിനായിട്ട് ചില ക്രിയകളുണ്ട്. അപ്പൊ ഓരോ അംഗത്തിനും ഓരോ തരത്തിലുള്ള ക്രിയകളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ